ഹലോ കൂട്ടുകാരെ. അപ്പൊ ഇന്നാണെങ്കില് നമ്മുടെ ഡോറ മോനെ ഒന്ന് എടുത്ത് പുള്ളിക്കാരൻ അതിന്റെ ഭയങ്കര സന്തോഷത്തില. നോക്കി ഗബ്രു, ഗബ്രേ, ഡേ ക്യാമറ, എന്റെ ക്യാമറ നോക്കി ഗബ്രുച്ചേ, എന്റെ ക്യാമ കണ്ടാ. ആരാ അതിലുള്ളേ? ആരാ അതിലുള്ളത്? ആരാ അതിലുള്ളത്? ഇന്നങ്ങനെ ഡോറ കുറെ നാളിന് ശേഷം കുറെ നാളിനല്ല, കുറെ ദിവസത്തിന് ശേഷം, കുറച്ച് ദിവസത്തിന് ശേഷം എന്തായാലും ഡോറ എടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഡോറ കുഞ്ഞിനെ എടുത്തപ്പോ? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവനിങ്ങനെ കരയുമ്പോഴും ഇതൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും. ഇന്നലെയൊക്കെ ഭയങ്കര കരച്ചായിരുന്നു. ഇന്നലെ അപ്പ മാറി എടുത്ത്, പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, സാവിത്രി അമ്മ, ഡോറയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ കുറച്ചു നേരം കുഞ്ഞിനെ എടുത്തായിരുന്നു, ഞാൻ മാറി എടുത്ത്, പിള്ളേരെടുത്ത്. ഡോറയ്ക്ക് അങ്ങനെ എടുക്കാൻ പറ്റാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡോറയ്ക്ക്. മുഖത്തൊന്നും ജീവൻ വെച്ചില്ല, ജീവൻ വെപ്പിച്ച് എടുക്കണം. ഇപ്പൊ ഇച്ചിരി റിക്കവറായി വരുന്നുണ്ട്. വേദനയുണ്ട്, ബോഡി പെയിൻ ഉണ്ട്, ശ്വാസമുട്ടൽ നല്ല രീതിയിൽ. ശ്വാസമുട്ടൽ നമ്മളിപ്പോ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ശ്വാസമുട്ടൽ കാണിക്കാൻ വേണ്ടിട്ട്. നെഞ്ചിന് ഭയങ്കര വെയിറ്റും വേദനയാ. അപ്പൊ അതിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക. എന്തുവാ രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ ഒന്നുകൂടെ പോണം, മരുന്ന് കഴിഞ്ഞ്. അപ്പൊ ഒന്നുകൂടെ പോയി ചെക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ച്. വേദന ഉണ്ടോ? ഇന്നൊരു പിച്ച വെക്കും കൺമണിയെ വെച്ച് നീച്ചാന്റെ കയ്യെ പിടിച്ച്. നേരത്തേക്കാളും കുറച്ചുകൂടെ നടന്നിന്ന്. ഇന്ന് ഇച്ചിരി കൂടെ കാല് പൊക്കി വെച്ച് നടക്കാൻ പറ്റി. ഇന്നലെ നടന്നില്ല കേട്ടോ. ഇന്നലെ നടന്നില്ല, മെനഞ്ഞാന്നും നടന്നില്ല. ഇന്നലെ മെനഞ്ഞാന്നൊക്കെ കിടപ്പായിരുന്നു. പിന്നെ ഇന്നലെ ആണെങ്കിൽ ഉച്ചയായപ്പം ചെറുതായിട്ടൊന്ന് ഓക്കെ ആയി വന്നായിരുന്നു. അങ്ങനെ തനിയെ നടന്നു പോയി. ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. നമ്മളിവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. യൂറിനൊക്കെ പാസ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടേക്കാ പോകുന്നത്. അവിടെ പോയിരിക്കും. അപ്പം തനിയെ അവിടെയൊക്കെ പോയായിരുന്നു. പക്ഷെ വൈകിട്ടായപ്പോഴത്തേക്ക് 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും വയ്യായിക വന്നു. പിന്നെ അതിനുശേഷമാണെങ്കില് പിന്നെ രാത്രിയൊക്കെ ആയപ്പോ കൂടി. രാത്രി ഭയങ്കര നെഞ്ചുവേനൊക്കെ ആയിരുന്നു. ഗബ്രു ഭയങ്കരമായിട്ട് കാര്യം പറഞ്ഞു. എന്താടാ കാര്യം പറയുന്ന? ക്യാമറ നോക്ക്, ക്യാമറ കണ്ടാ കണ്ടാ. ആരാ അതിലുള്ളത്? എന്റെ ജബൂട്ടാ, എന്റെ ഗബ്രൂട്ടനാണോ ഉള്ളത്? എന്റെ ഗബ്രൂട്ടനാണോ ഉള്ളത്? അപ്പോ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സങ്കടം തരുന്ന ഒരു കാര്യം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വയനാട്ടില്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ നമുക്കും ടെൻഷൻ ഉണ്ട്. കാരണം എന്റെ അനിയനും വൈഫും ഒക്കെ അവിടെ എല്ലാവർക്കും നല്ല പേടിയും ടെൻഷനും. അവരെ വീട്ടിലൊക്കെ വെള്ളം കയറി ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഇത്ര ആയതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് ഇനി വരാനും പറ്റും, നമുക്കാർക്കും അങ്ങോട്ടും പോകാൻ പറ്റും. ഞങ്ങളെല്ലാരും അങ്ങനെ ടെൻഷൻ അടിച്ച് ആയതുകൊണ്ട് ചെറിയൊരു സമാധാനം ഉണ്ട്. അവരുടെ വീട്ടിൽ വെള്ളം കയറിയില്ല. വെള്ളം കയറിയെന്ന് പറഞ്ഞു. ഇപ്പോഴും അപ്പയും അമ്മയും കൂടെ വിളിച്ചുകൊണ്ടിരിക്കും അവരെ. വരുന്നെങ്കിൽ വാന്നും പറഞ്ഞുകൊണ്ട്, എങ്ങനെയെങ്കിലും വരാൻ പറ്റുമെന്നെങ്കിൽ വാന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. എല്ലാരും സേഫ് ആണ്. എന്തായാലും എല്ലാരും പ്രേയർ ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് വെള്ളത്തിന്റെ ഇഷ്യൂ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമുക്ക് അതുപോലെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെന്നറിയോ, ഞങ്ങൾ ഓച്ചിറ വീട്ടിൽ കഴിഞ്ഞ വർഷം ഓച്ചിറ വീട്ടിൽ താമസിച്ചപ്പം ഇതിന്റെ ഒരു വീട്ടിനകത്ത് മൊത്തം വെള്ളം കയറി. നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. പുതിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടാ പറയുന്നത് കേട്ടോ. പഴയ വീഡിയോസിലൊക്കെ ഉണ്ട് ഞങ്ങൾ വെള്ളം കയറി. അത് ആ സമയത്ത് ഇവിടെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം എനിക്ക് എടുത്തുകൊണ്ട് പോക്കും. വെള്ളം കയറുമ്പോൾ ഞാൻ ഇവിടെയും കൊണ്ട് ഒന്നെങ്കിൽ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ അയലത്തൊരു വീട്ടിൽ പോയി. 2 ദിവസം നമ്മൾ അയലത്തൊരു വീട്ടിലാണ് പോയി കിടന്നത് പോലെ. പക്ഷെ അത്രയ്ക്കും ബുദ്ധിമുട്ടി ആ സമയത്ത്. ആ ഒരു ചെറിയൊരു ഒരു ദിവസം 2 ദിവസത്തെ കാര്യമാണ് നമ്മൾ അത്രയും അല്ല, വെള്ളം വീട്ടിനകത്ത് 1-2 ദിവസം കൊണ്ട് വലിഞ്ഞായിരുന്നു. പക്ഷെ മുറ്റത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഒരു 2-3 ആഴ്ച ആ വെള്ളം അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടി. വണ്ടിയിലൊക്കെ വെള്ളം കയറി, വണ്ടിയൊക്കെ കംപ്ലൈന്റ് ആയിരുന്നു ആ സമയത്ത്. വണ്ടിക്കകത്ത് പാമ്പ് കയറി, അണലി കയറിയിരുന്നു വണ്ടിയിൽ. ഞാൻ ഇവളെയും കൊണ്ട് വെള്ളം കയറി ഫുള്ള് നിറഞ്ഞെടുക്കും. അപ്പൊ ഇവളെയും കൊണ്ട് ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോയപ്പോ വണ്ടിക്കകത്ത് ഒരു അണലി കയറിയിരുന്നു. പിന്നെ ഞാനും അടുത്ത വീടിനടുത്ത് ഒരു ഇത്തായും കൂടെ എന്നെ തല്ലിക്കൊന്നത്. അത് 3 തവണ എന്നെ കൊത്താനായിട്ട് ഓടി വന്നായിരുന്നു. അങ്ങനെ 3 തവണ അങ്ങനെ വന്നപ്പോഴാ പിന്നെ അടിച്ചു കൊല്ലേണ്ടി വന്നു. ഗബ്രു ഒന്ന് ഭയങ്കര കാര്യം പറയാ. അതുകൊണ്ട് എല്ലാവരും പ്രേയർ അറിയാൻ പറ്റുന്നുണ്ട്. കാരണം എന്റെ വീട് ഇടുക്കിയിലാണ്. ഇടുക്കി എന്ന് പറയുമ്പോ എല്ലാരും ചോദിക്കും വെള്ളം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടോന്ന്.
ദൈവം സഹായിച്ച് നമ്മുടെ വീടിന്റെ ആ ഭാഗത്തോട്ട് ഈ പറഞ്ഞ പോലെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. മഴയുണ്ട്, അങ്ങനെയുണ്ട്, വെള്ളക്കെട്ട് മണ്ണിടിച്ചിലൊന്നുമില്ല. പക്ഷെ ഹൈ റേഞ്ച് ഏരിയയിലേക്ക് പോകുമ്പോ ഈ പറഞ്ഞ പോലെ വഴിയിലെ മണ്ണിടിച്ചിലും കാര്യങ്ങളും. ഇന്നലെ അമ്മ ട്രെയിനിന് വരാനായിരുന്നു ഇരുന്നത്, ട്രെയിൻ ഇല്ലായിരുന്നു. ബസ്സിനാണ് വന്ന വഴിക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അമ്മ ഒരു 3 മണി 3:30 ആയപ്പോ ഇവിടെ എത്തി. കുഴപ്പവും അവിടെയും സേഫ് തന്നെയാണ് എല്ലാരും. ഇവിടെ നമ്മൾ സേഫ് ആണ്. വലിയ മഴ പെയ്യുമ്പോ ഈ പറഞ്ഞാൽ അറിയാലോ, ഈ റൂമിന്റെ ഒരു ഇത് വെച്ചിട്ട് പേടിയുണ്ട്. അതുകൊണ്ട് ഉള്ള ഒരു പേടിയുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ വയനാടിന് വേണ്ടി. കാരണം അവിടുന്ന് വരുന്ന വിവരങ്ങളും കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമവും പേടിയും ടെൻഷനൊക്കെ ഉണ്ട് എല്ലാവരുടെയും കാര്യത്തില്. ഞാനൊക്കെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാല് മുഴുവനായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് നമുക്ക് അത്രയ്ക്കും എനിക്ക് അത്രയും കാണാൻ പറ്റുന്നില്ലായിരുന്നു, കണ്ടിട്ട് സഹിക്കുന്നില്ല. ഒരുപാട് പേര് വിളിക്കും, ഇവിടെ അന്വേഷിച്ചു വരെ വന്ന്, അനിയനും വൈഫൊക്കെ അവിടെ അല്ലേ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേരോട് അന്വേഷിച്ചു വരെ വന്നായിരുന്നു. അപ്പൊ എല്ലാവരും വയനാടിന് വേണ്ടി സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം അതുപോലൊരു സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ വീഡിയോക്ക് റീച്ച് കിട്ടാനും ഒന്നും വേണ്ടിയിട്ടല്ല. ഞങ്ങൾക്കൊന്നും പോയി നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സഹായം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല. പക്ഷെ എങ്കിലും ആരെങ്കിലും കൊണ്ടൊക്കെ നമുക്ക് ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ എന്താ പറയുന്നത്, ഒരു വല്ലാത്ത അവസ്ഥയായി പോയി നമ്മുടെ കേരളത്തിൽ ഇപ്പൊ വന്നിരിക്കുന്നത്. വല്ലാത്തൊരു ഇതായി പോയി. അത്രയേ ഉള്ളൂ. ഇതാണ് ചെറിയൊരു വിശേഷം, ചെറിയൊരു വ്ളോഗുമായിട്ട് വരാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡോറേനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഭയങ്കര ശ്വാസമുട്ടും നെഞ്ചുവേദനയാണ്, അന്യായ നെഞ്ചുവേദന. രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. പോയിട്ടൊന്നറിയാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ECGയിൽ നേരിയ ഒരു വേരിയേഷൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ആണോ ഈ ബുദ്ധിമുട്ടെന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നോക്കാന്ന് വിചാരിച്ചു പോയിട്ട്. ECG എടുത്തപ്പോ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഇതുണ്ട്, അത് പക്ഷെ പേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ ആയപ്പോഴത്തെ ഭയങ്കര കൂടുതലായിരുന്നു, കരയുമായിരുന്നു. കാരണം തന്നെ കിടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കിടത്തിയപ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര കരച്ചിലായി പോയി. കണ്ടിരുന്ന എനിക്കെന്നെ പേടി. ഞാൻ അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വിളിച്ചു, പക്ഷെ വന്നില്ല അവള്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. പക്ഷെ ഇന്നായപ്പോഴും വേദന ഉണ്ട് രഞ്ജിത്ത്. അപ്പൊ എന്തായാലും പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഡോറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരോട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി നന്ദിയുണ്ട്. കാരണം വെച്ചാല് ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ്. പെട്ടെന്ന് ഇത്രയും വേഗം ഡോറയുടെ അവസ്ഥ വെച്ചിട്ട് ഇത്രയും വേഗം എഴുന്നേറ്റ് ഇരിക്കുമെന്നോ കുഞ്ഞിനെ എടുക്കാൻ പറ്റുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്തായാലും ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എന്റെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഡോറയോട് സ്നേഹം കാണിക്കുന്നത്. അതെ, ഡോറയുടെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ സ്നേഹം കാണിക്കാറുള്ളൂ. അല്ലാതൊന്നും ഞാൻ നോക്കാറുണ്ട്. തീരെ ഞാൻ നോക്കാറില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് നാടകത്തിലൊക്കെ അഭിനയിച്ചു, എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മള് ഈ രീതി തന്നെയാണ്, വീഡിയോയിലാണെങ്കിലും വീഡിയോയ്ക്ക് പുറമേ ആണെങ്കിലും എല്ലാം നമ്മൾ ഇങ്ങനെയാണ്. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ അസുഖങ്ങളും കാര്യങ്ങളും വന്നാലും ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നാലും ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റും. ഞങ്ങൾ ഒരുപാട് സൂക്കേട് വന്നെന്ന് നമ്മളിപ്പോ കല്യാണത്തിന് ശേഷമല്ല ഒരാൾക്ക് ഒരു അസുഖം. എനിക്കത് അത് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം. ഒരാൾക്ക് ചിലപ്പോ ജന്മനാ ഒരാൾക്ക് ഒരു അസുഖം വന്നേക്കാം. എന്നെ സംബന്ധിച്ച് ജന്മനാ വന്നതല്ല, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, അതിന് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ കല്യാണത്തിന് മുന്നേ അസുഖം വന്നു, കല്യാണത്തിന് ശേഷം കുഞ്ഞുണ്ടായതിനു ശേഷം അസുഖം വരാം, അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ നമ്മള് ഒരുപാട് പേര് കല്യാണത്തിന് ശേഷം ഒരുപാട് പേർക്ക് ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ കഴിഞ്ഞിടെ നമ്മളൊരു സോഷ്യൽ മീഡിയ ഇഷ്യൂ കണ്ടായിരുന്നു. ഇതുപോലെ ഒരു വൈകല്യമുള്ള ഒരു വയ്യാത്ത ഒരു ചേച്ചിയും ഹസ്ബൻഡും തമ്മില് അങ്ങനെ നോക്കിയിട്ട് ഒരു ഇഷ്യൂ വന്നില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലർക്ക് ആ ഒരു എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ വരണമെന്നില്ലല്ലോ. ഒരുപാട് പേര് ഇങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വൈകല്യം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് കൈയും കാലും വെച്ച് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ പെർഫെക്റ്റ് എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം കൈയും കാലും വെച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വൈകല്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ്, ഓരോരുത്തരുടെയും ഓരോ എന്താ പറയുന്ന അസുഖങ്ങളാണ് അതൊക്കെ. അല്ലാണ്ട് പ്രത്യേകിച്ച് അതിന് വേറെ നമുക്ക് കല്യാണത്തിന് ശേഷം സന്തോഷത്തോടുകൂടി ജീവിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ എനിക്ക് എന്നോട് ഇങ്ങനെ ചോദിച്ച ആൾക്കാരോട് എനിക്ക് ചോദിക്കാണ്. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, സൂക്കേടുള്ള കൊച്ചിനെ കെട്ടിയിട്ടില്ല ഇങ്ങനെ നടന്ന് അനുഭവിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, കല്യാണത്തിന് ശേഷം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ അപ്പൊ അസുഖമാണെന്ന് പറഞ്ഞിട്ട് അവരെ ഉപേക്ഷിക്കുക നിങ്ങൾ, അല്ലെ ഉപേക്ഷിച്ച് വേറെ ആരുടെയും പുറകെ പോകും. നമ്മള് എന്താ പറയുന്നത്, ഒരു
ശരീരത്തിന്റെ ഒരിക്കലും മുൻകൂട്ടി ആ എക്സ്പെക്ട് ചെയ്തോണ്ടല്ല. ശരീരത്തിന്റെ സൗന്ദര്യമോ അല്ലെങ്കിൽ ആരോഗ്യമോ അല്ല ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. മുൻപ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ അഫെയർ ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ളത്. നമുക്ക് ഇതൊന്നും അല്ല സത്യം പറഞ്ഞാൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് വെച്ചാല് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ വരുന്ന ഒരു വ്യക്തി നമുക്കൊപ്പം ഉണ്ടാവണം. അതാണ് നമുക്ക് വേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറം ബാക്കി ഒന്നുമില്ല. ഞാൻ അങ്ങനെ കരുതുന്ന ഒരു വ്യക്തി, നമ്മുടെ മനസ്സിന് ചേർന്ന് നമുക്ക് ഒത്തുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കളർഫുൾ ആയിരിക്കും. അതല്ല ഒരിക്കലും ഒത്തുപോകാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് എത്ര സൗന്ദര്യം പണം ഉണ്ടെന്ന് പറഞ്ഞാലും വേസ്റ്റ് ആണ് ആ ജീവിതം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ കുറച്ച് അങ്ങനെ കമന്റ് കണ്ടതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറയണം എന്ന് വിചാരിച്ച റിയാക്ഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് പറയണം എന്ന് വിചാരിച്ചു. ഒരിക്കലും സൗന്ദര്യമോ ആരോഗ്യമോ ഒന്നും ഒരിക്കലും ഒരു ജീവിതത്തിനെ നമ്മൾ ബാധിക്കുന്നതല്ല. ദൈവത്തിന്റെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു ആ കുഴപ്പമില്ല. ഇപ്പൊ ഡോറ തന്നെ കിടപ്പിൽ കിടന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി എഴുന്നേറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ അവളുടെ മനക്കരുത്തും ദൈവത്തിന്റെ ഒരു കാരുണ്യം കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും വേറെ ഇല്ല, ഒന്നുമില്ല വേറെ സത്യം പറഞ്ഞാല്. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ നമുക്ക് കാണും വരേക്കും ബൈ.